വിജിത്തമ്പി, ഈ ചരിത്രരേഖകൾ പരിശോധിച്ചാൽ മാലിക് ദിനാർ എന്ന മുസ്ലിം വ്യാപാരിയിലൂടെയാണ് ഇസ്ലാം 9ാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തുന്നത്. അതും ഇവിടെ എങ്ങുമല്ല, കൊടുങ്ങല്ലൂരാണ് അത് എത്തുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട്. പിന്നെ എങ്ങനെയാണ് ശബരിമല ഐതിഹ്യത്തിലേക്ക് ഈ വാവർ പള്ളിയുമൊക്കെ എത്തുന്നത്? അത് വലിയൊരു ചോദ്യമല്ലേ? ചരിത്രത്തെ ബന്ധപ്പെടുത്തി അതിനൊരു മറുപടി വേണ്ടേ? സത്യം പറഞ്ഞാൽ ശ്രീ നൗഷാദ് ഇവിടെ പറഞ്ഞതുപോലെ ഈ രേഖകൾ എന്ന് പറയുന്നതെല്ലാം അബദ്ധജടിലങ്ങളാണ്. കാര്യം ഇതൊന്നും കൃത്യമായ രേഖകളല്ല. ഈ 1950കളിലാണ് ഈ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്തപ്പോൾ, അതായത് തീവയ്ക്കപ്പെട്ട് വിഗ്രഹം തച്ചുടച്ച് പുതിയ വിഗ്രഹമാണ്. അയ്യപ്പസ്വാമി പറഞ്ഞിട്ട് പന്തള രാജാവ് പ്രതിഷ്ഠിച്ച വിഗ്രഹമല്ല ഇന്ന് ശബരിമലയിലുള്ളത്. ആ വിഗ്രഹം ശിലാവിഗ്രഹമായിരുന്നു. ഇപ്പോഴിരിക്കുന്ന വിഗ്രഹം പഞ്ചലോഹ വിഗ്രഹമാണ്. ആ ശിലാവിഗ്രഹത്തെയാണ് തച്ചുടച്ചത്, ആ ക്ഷേത്രത്തെ തീവച്ച് നശിപ്പിച്ചത്. അതിനുശേഷം പുനരുദ്ധാരണം ചെയ്ത സമയത്ത് അന്ന് ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോഴാണ് ദേവസ്വം ബോർഡ് ഈ ക്ഷേത്രത്തിൻ്റെ വിഷയത്തിലേക്ക് വരുന്നത്. അതിനു മുമ്പ് ദേവസ്വം ബോർഡും ഈ ക്ഷേത്രവുമായിട്ട് ബന്ധമില്ല. ദേവസ്വം ബോർഡ് ക്ഷേത്രം ഏറ്റെടുത്തപ്പോൾ ആ ക്ഷേത്രത്തിൽ പാരമ്പര്യമായിട്ടുള്ള അവിടുത്തെ ആൾക്കാരെ ആരൊക്കെയാണ്, ഓരോ കുടുംബക്കാർക്ക്, അന്ന് ചീരപ്പഞ്ചിറയ്ക്കായിരുന്നു അവിടെ വെടിവഴിപാടിൻ്റെ ചുമതല. അതുപോലെ ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു, ഓരോ മറ്റേ ഈ മലയർ അവർക്കുണ്ടായിരുന്നു. അങ്ങനെ പല കുടുംബങ്ങൾക്കും അവിടെ ഓരോ സ്ഥാനം ഉണ്ടായിരുന്നു. പക്ഷേ പലരും അന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് വന്നില്ല. ചീരപ്പഞ്ചിറയെ സംബന്ധിച്ചിടത്തോളം അവരന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ മുഴുകിയിരിക്കുന്നുണ്ട്. അവർക്ക് ശബരിമലയിലെ യാതൊരു അധികാരങ്ങളും വേണ്ടെന്ന് പറഞ്ഞാൽ അവരൊഴിഞ്ഞു. സുശീല ഗോപാലൻ്റെ കുടുംബമാണ് ചീരപ്പഞ്ചിറ, അവരൊഴിഞ്ഞു. അങ്ങനെ പലരും വന്നപ്പോൾ അന്ന് വളരെ കുൽസിത ബുദ്ധിയോടുകൂടി ആരോ ചെയ്ത ഒരു പ്രവൃത്തിയാണ് ഇങ്ങനൊരു സംഭവം അവിടെ കൊണ്ടുവന്നത്. അതിന് ഉപോത്ബലകമായിട്ടാണ് ഇങ്ങനൊരു കള്ളപ്പട്ടയം ഉണ്ടാക്കിയത്. അതിനകത്ത് ആ പട്ടയത്തിന് തെറ്റാണെന്ന് പറയാനുള്ള പ്രധാന കാരണം ആ പട്ടയത്തിന് അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ തന്നെ ഉണ്ട്. ശ്രീ നമസ്കാർ, അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അതിൽ എരുമേലി താലൂക്ക് എന്ന് പറയുന്നുണ്ട്. എരുമേലി താലൂക്ക് എന്നാണ് അതിൽ പറയുന്നത്. അങ്ങനൊരു താലൂക്കില്ല. പിന്നെ ആ പറയുന്ന ദിവസങ്ങൾ, ആ ഡേറ്റുകളെല്ലാം തെറ്റാണ്. തെറ്റായ അത് കോടതിയിൽ അത് ഹാജരാക്കിയാണ് ഇവർ ഈ സ്ഥാപിച്ചെടുത്തത്. അതിനെ നമുക്ക് തീർച്ചയായിട്ടും ഖണ്ഡിക്കാനുള്ള രേഖകളെല്ലാം ഉണ്ട്. പക്ഷേ ഇത് ഞാൻ ചോദിക്കട്ടെ, ഈ വാവരെന്ന് പറയുന്നത് 1950 മുമ്പ് ഒരു സ്ഥലത്തും ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു പ്രമാണത്തിലും വാവര കാര്യം പറയുന്നില്ല. ശ്രീ ശരത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിനു മുമ്പ് പുനരുദ്ധാരണം നടന്ന സമയത്ത് അവിടെ വാവുരസ്വാമിയുടെ ക്ഷേത്രമുണ്ടായിരുന്നെന്നും ആ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്തെന്നും എന്നുള്ളതിന് തന്ത്രി എഴുതി അത് നമ്മുടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ രേഖകളിലുണ്ട്. ഇപ്പം നമുക്ക് ഈ ബുക്കുകൾ വേണ്ട, രേഖകളുണ്ട്. വേണമെങ്കിൽ ആ ചുരുളുകൾ പരിശോധിക്കാം, രേഖകളിലുണ്ട്. അപ്പോൾ ആ രീതിയിൽ കൃത്യമായ രേഖകളുണ്ട്. 1950 ശേഷമാണ് ഈ വാവരെന്ന് പറഞ്ഞൊരു സംഭവം വന്നത്. അത് നമുക്ക് ഒരിക്കലും ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. അത് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കളുടെ ഒരു ജാഗ്രത കുറവാണ്. ഞാൻ അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. അന്ന് വാവർ വന്നതുപോലെ ഇന്ന് പുതിയൊരു കഥാപാത്രം വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ പറഞ്ഞ വെളുത്തച്ഛൻ. നാളെ ഇതും ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി മാറും. നാളെ ഇതുപോലെ ശ്രീ നൗഷാദിനെ പോലെ ആരെങ്കിലും വന്ന് പറയും അന്ന് രേഖകളുണ്ടായിരുന്നു, വെളുത്തച്ഛനായിരുന്നു, വെളുത്തച്ഛൻ അയ്യപ്പനെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിനും രേഖകളുണ്ടാക്കാം. നാളെ ദേവസ്വം ബോർഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാവർക്ക് സ്ഥാനം കൊടുത്തിരിക്കുന്ന പോലെ ഇപ്പുറത്ത് വെളുത്തച്ഛനൊരു സ്ഥാനം കൊടുത്തുകൂടായികയില്ല. പക്ഷേ അന്നുണ്ടായിരുന്ന ഹിന്ദുവിൻ്റെ ജാഗ്രത കുറവ് ഇന്നില്ല. ഇന്ന് ഹിന്ദുവിന് കൃത്യമായ ജാഗ്രതയുണ്ട് ഇത്തരം വിഷയങ്ങളിൽ, ഈശ്വര വിഷയങ്ങളിൽ, ഹൈന്ദവ വിഷയങ്ങളിൽ. അതുകൊണ്ട് തന്നെ ഇനിയൊരു കാലത്ത് വെളുത്തച്ഛൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ ഒരിക്കലും ഹിന്ദു സമാജം അംഗീകരിക്കില്ല. മാത്രമല്ല ഇപ്പോൾ പറഞ്ഞ ഇവിടെ കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. ശ്രീ ജയകൃഷ്ണ പണിക്കർ പറഞ്ഞു, കാര്യം നമ്മളെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദേവപ്രശ്നം എന്ന് പറയുന്നത് ദേവഹിതമാണ്. കാര്യം ഒരു ക്ഷേത്രത്തിൽ ഒരു ദേവപ്രശ്നം നടത്തുന്നത് ഒരു വ്യാഴവട്ടത്തിലൊരിക്കൽ, 12 വർഷത്തിലൊരിക്കൽ എല്ലാ ക്ഷേത്രങ്ങളിലും ദേവപ്രശ്നം നടത്തണം എന്ന് വിധിയുണ്ട്. മാത്രമല്ല അല്ലാതെ ദേവപ്രശ്നം നടത്തുന്നത് അവിടെ എന്തെങ്കിലും ദുർനിമിത്തങ്ങൾ കാണുമ്പോഴോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഇഷ്യൂസ് കാണുമ്പോഴാണ് ദേവപ്രശ്നം നടത്തുന്നത്. ദേവന് ഇറങ്ങി വന്ന് പറയാൻ പറ്റില്ലല്ലോ എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, എനിക്ക് അഹിതമായ ചില കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാനാണ് ദേവഹിതമോ അഹിതമോ എന്നറിയാൻ വേണ്ടിയാണ് ദേവപ്രശ്നം നടത്തുന്നത്. അപ്പോൾ അത് രാശിയും ആ രാശിയുടെ അടിസ്ഥാനത്തിലും ഇപ്പോൾ ഈ ഇരിങ്ങാലക്കുട ശർമാജിയോ അല്ലെങ്കിൽ ഇപ്പോൾ ജയകൃഷ്ണൻ പണിക്കരോ അതുപോലെയുള്ള ആൾക്കാരുണ്ടാക്കിയ രേഖകളൊന്നും ശാസ്ത്രങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ശ്ലോകങ്ങളോ ഒന്നും അല്ല ഇത് കാലങ്ങൾക്ക് മുമ്പ് ജ്യോതിഷന്മാർ, വേദങ്ങളിൽ ഉൾപ്പെട്ടതാണ് ജ്യോതിഷം, വേദശാസ്ത്രങ്ങളിൽപ്പെട്ടതാണ് ജ്യോതിഷശാസ്ത്രം. ആ ശാസ്ത്രത്തിലുള്ള അതിനെ ഉദ്ധരിച്ചുകൊണ്ടാണ്
ദേവപ്രശ്നമായാലും എന്ത് കാര്യം ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ശ്രീ ജയകൃഷ്ണ പണിക്കർ പല ശ്ലോകങ്ങളിലൂടെ പറഞ്ഞു. ഇതെല്ലാം അദ്ദേഹം എഴുതിയ ശ്ലോകങ്ങളല്ല, ഇത് ഈ രേഖകളിലുള്ള പുരാണങ്ങളിലുള്ള ശ്ലോകങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ദേവപ്രശ്നം നടത്തുന്നത്. ദേവപ്രശ്നം ഹൈന്ദവമായ കാര്യമാണ്. ഹിന്ദുക്കൾക്ക് ദേവപ്രശ്നത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്, പൂർണ്ണമായ വിശ്വാസം ഹിന്ദുക്കൾക്കുണ്ട്. പിന്നെ ശ്രീ നൗഷാദ് ഒരു കാര്യം പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ എരുമേലിയിൽ ഒരു വാപുര ക്ഷേത്രം വരുന്നതിൽ മഹൽ കമ്മിറ്റിക്കോ ഇസ്ലാമിക വിശ്വാസികൾക്കോ യാതൊരു പ്രശ്നവുമില്ല. സത്യമാണ്. ഇപ്പോൾ എരുമേലിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എരുമേലിയിൽ ഒരു പള്ളിയേ ഉള്ളൂ. പക്ഷേ അവിടെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, ചുറ്റും ക്ഷേത്രങ്ങളാണ്. അവിടെ വലിയമ്പലമുണ്ട്, കൊച്ചമ്പലമുണ്ട്, ഗണപതി ക്ഷേത്രമുണ്ട്, ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അവിടെ ഒരു ക്ഷേത്രം കൂടെ വന്നു എന്ന് വെച്ച് പള്ളിക്കാർക്ക് എന്താ ഒന്നുമില്ല. ആ മസ്ജിദിൽ വിശ്വസിക്കുന്നവർ മസ്ജിദിൽ പോകും, ക്ഷേത്രത്തിൽ വിശ്വസിക്കുന്നവർ ക്ഷേത്രത്തിൽ പോകും. അതിന് യാതൊരു തർക്കവുമില്ല. അതുമാത്രമല്ല, ഇപ്പം നേരത്തെ ശ്രീ ജയകൃഷ്ണ പണിക്കരും ശ്രീ ശരത്തും പറഞ്ഞതുപോലെ പള്ളിക്കകത്ത് അമ്പലം ഉണ്ടാക്കാൻ ഒരിക്കലും ഒരു ഹൈന്ദവ സംഘടനകളും പറഞ്ഞിട്ടില്ല. അതെ, പള്ളിയാണ് നിലനിൽക്കട്ടെ. നമുക്ക് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്, അല്ല ഹിന്ദു സമസ്ത സുഖിനോ ഭവന്തു എന്നൊരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. എല്ലാ മതങ്ങളും എല്ലാ ജീവജാലങ്ങളും ഒന്നിച്ചു നിൽക്കണം എന്ന് തന്നെയാണ് ഹിന്ദുക്കളുടെ അഭിപ്രായം. ഒരിക്കലും ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഇസ്ലാമികരെയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെയോ ഒരിക്കലും ഞങ്ങൾ തള്ളിപ്പറയില്ല.